അത്ഭുതദീപിലേക്ക് ഡയറക്ടർ കാസ്റ്റ് ചെയ്തായിരുന്നു. അന്ന് ഞാൻ 4 പഠിക്കുക. സിനിമയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത്ര സ്കൂളിൽ പോണ്ടല്ലോ രക്ഷോട്ട്. ആ ടീച്ചർമാരുടെ മോന്ത കണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്റെ സൈസുള്ള ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തോ അവര് എന്നെ പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമായിരിക്കും. പിന്നെ ഞാൻ എന്തോണ്ടാ പറഞ്ഞ വിശേഷം എന്നൊക്കെ പറഞ്ഞ് അവര് വീഡിയോ വലിക്കുമ്പോൾ അതിന് തുണ്ടത്തൊന്നും കാര്യം വലിക്കാന്നൊക്കെ പറഞ്ഞ് മേടിച്ച് വലിക്കുക, തുണ്ടത്ത് മറ്റേ പൻപരാഗ് വെക്കുക, ഇതൊക്കെയായിരുന്നു. വീട്ടുകാർക്ക് വെച്ചപ്പോഴായിരുന്നു ഞാൻ ചെറിയ പയ്യനാന്നുള്ളായിരുന്നു. ഇവരെല്ലാം വലിയ വലിയ ആൾക്കാരായിരുന്നു. ഞാൻ ലോക സിഗരറ്റ് വലിക്കാരനായിരുന്നു. പിന്നെ എന്നെ കൂടുതൽ അവിടുത്തെ കന്നഡ പെണ്ണുങ്ങൾ എടുത്തോണ്ട് നടക്കും. ഞങ്ങൾ ചെന്നപ്പോഴെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഓരോ ഭാര്യമാര് തന്നായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അപ്പൊ എന്നെ എടുക്കുന്ന ചേച്ചി ഊണ് കഴിക്കാനാണെങ്കിലും ബ്രേക്ക് സമയത്താണെങ്കിലും എന്നെ എപ്പോഴും കൂടെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് ഇളിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കും. താഴെ വെച്ച ആരും അവർക്ക് തിരിച്ചെന്നോട് എന്റെ പൊന്നു കുരിപ്പ് നിലത്തിരിക്കുന്നു പറയാനും പറ്റില്ല, കന്നഡയാ. ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചു കയറുന്ന സമയത്ത് ഇതുപോലെ വയറ് കിടക്കും, കാല് തട്ടി മെയിൻ സ്വിച്ച് അങ്ങ് ഓഫായിട്ട് ഉള്ളിലെ ഇതുപോലെ ലൈറ്റ് അതിനകത്ത് ആ ഹോമം ചെയ്യുന്ന ഒരു സീനാണ്. സാറ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയി. ആരാത് പണി ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ പൊട്ടി. ഈയാണോ ഇത് ചെയ്ത് കാല് ചാട്ടിപ്പോയത് പറഞ്ഞു. അപ്പം എന്നെ ചേട്ടാന്ന് വിളിച്ചു. അപ്പൊ പറഞ്ഞു അയ്യോ ചേട്ടാന്ന് വിളിക്കണ്ട, കൊച്ചു പോയതാ. പിന്നെ പുള്ളി എന്നെ അടുത്ത് വെച്ച് എന്നെ തൊട്ടപ്പുറത്ത് മല്ലികക്കപ്പൂർ ഇരിക്കുക. ഞാൻ പുള്ളിക്കാരി ചെയ്ത് നോക്കി, അവിടുന്ന് ചറവറാന്ന് കുറച്ച് കല്യാണം കഴിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അല്ല, നമ്മള് കല്യാണം കഴിച്ച ഒരു 10 മാസം നമ്മള് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. പിന്നെ മാറ്റണമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്, സംശയം. അവരുടെ സൈഡിൽ നിന്നുള്ള ഒരൊറ്റ മെസ്സേജ് പോലെ ഞങ്ങൾക്കിടയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ കസേര കയറ്റിയിരുത്തുന്നത്, തന്നെ കൊണ്ടുപോകുന്നത്, അത് കാലിച്ചിട്ട് ഇതുമല്ല. വീട്ടിൽ ചെല്ലുമ്പോ ഇവിടെ പരാതി ഒന്ന് പ്രപ്പോസ് ചെയ്യാവോ? അവിടെ വെച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബ്ലോക്ക് ചെയ്ത 2 ദിവസത്തേക്ക് പോയിട്ട് നമുക്ക് പരസ്പരം പിന്നെ കഥാപ്രസംഗം നടത്താൻ പറ്റുമോ? ചുണ്ടിന് ഏറ്റവും കൂടുതൽ മധുരം വേറുന്നത് ഒന്നേ ഉള്ളൂ, മോഹൻലാല് വരെ പറഞ്ഞ്, അത് തുമ്പലാണ്. പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇപ്പം അത് ആൾക്കാർ വന്നിട്ട് അതിന് പറഞ്ഞ ന്യായം, നീ എൻ്റെ കൂടെ നടന്നില്ലേ, കോഫി കുടിച്ചില്ലേ. ഇപ്പം അങ്ങനെ ഒരു പടമുണ്ട്, കാതൽ കൊണ്ടേന്ന് പറഞ്ഞൊരു പടമുണ്ട്. ധനുഷ് പെണ്ണിനെ നടീനെ തട്ടിക്കൊണ്ട് പോകുന്നത്. ആക്ച്വലി അവർക്ക് കിട്ടുന്ന ഒരു കുറെ ഭയങ്കര ഒരു മൂഡി ആയിട്ടുള്ള ഒരു ബോയ്ക്ക് കിട്ടുന്ന ഒരു ഗേൾ ആയിരിക്കും, അതുപോലെ ഒരു ഗേളിന് കിട്ടുന്ന ഒരു ബോയ് ആയിരിക്കും, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ഗേളോ ബോയോ അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ റിലേഷൻഷിപ്പിൽ ഒരാളുടെ കൂടെ കൂടുതൽ അടുക്കുകയും മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഇവർക്ക് നമ്മളോട്. കാരണം ഇവരിൽ നമ്മൾ കംഫർട്ടാണല്ലോ, നമ്മൾ ഇതിൽ കംഫർട്ടാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതായിക്കൂടെ നിഖില് ആ കുട്ടിയുടെ കാര്യത്തില്? അല്ല, അങ്ങനെ ആവാം. പക്ഷേ എനിക്കും അവന്മാര് പറഞ്ഞപ്പോ കൂട്ടുകാരെ പോലെ തന്നെയാണ് കൂട്ടുകാരന്മാരും. അവന്മാരെന്നെ കൺവിൻസ് ചെയ്ത് നോക്കി. ഇതെന്ന് പറഞ്ഞാല് അവള് ഞങ്ങളോട് ആരോടും വലിയ കോണ്ടാക്ട് ഇല്ല. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ നിഖിലൊക്കെ ഒരു 90കളൊക്കെ ആയിരിക്കൂലേ, ആ കാലഘട്ടത്തില് പെൺകുട്ടികൾ ആരോടും മിണ്ടത്തില്ല. അപ്പൊ ആരെങ്കിലും ഒരു പയ്യനോടായിരിക്കും കൂട്ട്. ഇപ്പം പ്രേമം സിനിമയിനകത്ത് മറ്റേ എന്തുവാ ഫസ്റ്റ് കാണിക്കുന്ന പെൺകുട്ടിയുടെ പേരിന അനുപമയുടെ ഇതിനകത്ത് ഞങ്ങളുടെ കൂടെ വാ കയറിപ്പോ, മെരിനെ ആരും നോക്കണ്ട, മെരി പോ. അതായത് അവർക്കിടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിരുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ. ഒരു പെൺകുട്ടി സംസാരിക്കുക, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ പെൺകുട്ടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് പോലെയാണ്. പക്ഷെ ഇന്ന് കാലമൊക്കെ മാറി, ഇന്ന് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് വരുന്നത് ഗേൾസ് ബോയ്സ് അങ്ങനെ അവര് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാ. പണ്ട് നമുക്കൊക്കെ റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു പെൺകുട്ടി നമ്മളോടൊക്കെ മിണ്ടിയാൽ ഭയങ്കര ഹാപ്പിനെസ്സും അത് പ്രണയമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക. അവള് നിന്നെ നോക്കുന്നത് നിന്നോട് എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ അവള് നോക്കത്തില്ല എന്നുള്ളതാണ്. ഇതാണ് ബേസിക് തിയറി. അവള് കാത്തു നിൽക്കുന്നത്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ അയാളോട് അങ്ങനെ ചോദിക്കണമെന്നല്ല, കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് ആളോട് കൂടിക്കൊണ്ട് പോയിട്ട് പിന്നെ അവസാനം ചോദിക്കാതൊക്കെ ഞാനായിരുന്നു. ഉമ്മാരിങ്ങനെ പോയി അതിന് മുമ്പിട്ട് കയറി കോളടിക്കുന്നുള്ളത് നമ്മളറിയുന്നില്ല. അത് പിന്നെ വീട്ടിലൊക്കെ അറിഞ്ഞായിരുന്നു? ഇല്ല, വീട്ടിലറിഞ്ഞില്ല. ഞാൻ പിന്നെ മാപ്പൊക്കെ പറഞ്ഞ് ഉമ്മാരിങ്ങനെ പറഞ്ഞ് പിന്നെ എനിക്കങ്ങനെ നിന്നോടില്ലായിരുന്നു, അപ്പൊ ഇന്നമാര് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല, അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും പറയാനൊന്നുമില്ല. ശരിക്കും എന്ത് ചെയ്യുന്നു നിഖില്? ഞാൻ കൊറിയർ സർവീസ് ചെയ്യാം ജോലി ചെയ്യുന്ന ഒരു ഇങ്ങനെ
3-4 മാസം വരെ വക്കീൽ ഓഫീസിലെ ക്ലർക്കായിരുന്നു. ഓ ഇപ്പം എനിക്ക് ഷൂട്ടും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ജോലിയിൽ എനിക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബ്രേക്കപ്പ് ആവുന്നു. ഇപ്പൊ അമൃതയിൽ എന്ത് പ്രോഗ്രാം ചെയ്യുന്നത്? കോമഡി മാസ്റ്റേഴ്സിൽ സ്കിറ്റ് ചെയ്യുന്നുണ്ട്. സ്കിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്കിറ്റ് ഒക്കെ? കൊള്ളാം. എങ്ങനെ പോകുന്നു മൊത്തം ഒരു ഫ്ലോർ? ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒന്ന് വന്നിട്ട് പെട്ടെന്നൊരു എന്താ പറയുക സ്കിറ്റിൽ നിന്ന് ഒരു വലിയ മീഡിയത്തിലേക്ക് പോവുകയാണ്. ആ മീഡിയത്തിലേക്ക് 4 ആൾ കാണുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ആളുകളുടെ ഒരു റെസ്പോൺസ്? ആളുകൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്ഭുതദ്വീപിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഓൾമോസ്റ്റ് ചോദിക്കും ആ സിനിമയിൽ അഭിനയിച്ചല്ലേ, അല്ലെങ്കിൽ ചില ഫോട്ടോ എടുക്കും, നല്ല ഓട്ടോഗ്രാഫി പിടിക്കും. അതൊക്കെ ചെയ്ത് അതൊരു ശീലമുള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ നോക്കുന്നതിൽ എനിക്ക് ഞാൻ അത്ര വലിയ അത്ഭുതം വേറെ അങ്ങനെ കാണാം. അത്ഭുത ദ്വീപിലേക്ക് വിനയൻ സർ ഡയറക്റ്റ് കാസ്റ്റ് ചെയ്തായിരുന്നു? ഡയറക്റ്റ് അല്ല, മറ്റേ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഷാനവാസ് എന്ന് പറഞ്ഞത് ആള് മുഖേന കോണ്ടാക്റ്റിൽ വന്നതാണ്. അന്ന് ഞാൻ 4ൽ പഠിക്കുക. അതൊരു രസമായിരുന്നു. സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സിനിമയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അത്ര സ്കൂളിൽ പോണ്ടല്ലോ രക്ഷോട്ട്. എന്നെ സംബന്ധിച്ച് കുറച്ച് ദിവസം സ്കൂളിൽ പോകണം. ആ ടീച്ചർമാരുടെ മോന്ത കണ്ടല്ലോ എന്നൊക്കെ നമ്മള് വിചാരിച്ചിരുന്നു. എന്നപ്പോ ഉണ്ട് നമ്മളെ പോലത്തെ ഒരേപോലത്തെ ആൾക്കാര് അത്തരം ഞാൻ എടാപോടാൻ പോലെ എന്നൊക്കെ ഉള്ള ബന്ധമായിരുന്നു. കാരണം എന്റെ സൈസുള്ള ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തുവാ അവര് എന്നെ പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമായിരിക്കും. പിന്നെ ഞാൻ എന്തോണ്ടാ പിന്നെ വിശേഷം എന്നൊക്കെ പറഞ്ഞ് അവര് വീഡിയോ വലിക്കുമ്പോൾ അതിന് തുണ്ടത്തൊന്നും ഞാനും വലിക്കാന്നൊക്കെ പറഞ്ഞ് മേടിച്ച് വലിക്കുക, തുണ്ടത്ത് മറ്റേ പൻപരാഗ് വെക്കുക, ഇതൊക്കെയായിരുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിടയ്ക്ക് 2 മാസത്തിന് ശേഷം എന്നെ കാണണമെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ അമ്മയൊക്കെ വന്നായിരുന്നു. അമ്മയും മാമനും ഒക്കെ വന്നു. വന്നപ്പോഴല്ലേ അറിയുന്നത്, ഞങ്ങളുടെ വീട്ടുകാർക്ക് വെച്ചപ്പോഴായിരുന്നു ഞാൻ ചെറിയ പയ്യനാന്നുള്ളതായിരുന്നു. ഇവരെല്ലാം വലിയ വലിയ ആൾക്കാരായിരുന്നു. അത് അതുവരെ വീട്ടുകാർ വന്നില്ലെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ലോക സിഗരറ്റ് വലിക്കാരനായിരുന്നു. അന്നേരം 4ാം ക്ലാസ് വെച്ച് ഈ പറയുന്ന നിങ്ങൾക്കൊരു ക്യാമ്പായിരുന്നു അന്നേരം? ഒരു ഞങ്ങള് 2 ലോഡ്ജായിട്ട് ക്യാമ്പായിരുന്നു. ഞാൻ നിന്ന് കഴിഞ്ഞാൽ മലമ്പുഴ ഫാന്റസി പാർക്കിന് അടുത്തായിട്ട് ഒരു ലോഡ്ജിലായിരുന്നു ഞങ്ങൾ. അത് രാവിലെ 7 മണിയാകുമ്പോൾ ഒരു ബസ് വരും. ബസ്സിൽ ഞങ്ങൾ 700 ചില്ലുവാൻ ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ സെറ്റിൽ പോകും, അവിടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും. പക്രുചേട്ടന് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്, പക്രുചേട്ടൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. പക്രുചേട്ടൻ ഇടയ്ക്ക് അമൃതയിൽ വെച്ചിട്ട് പിന്നെ എൻ്റെ കല്യാണക്കാരി പറഞ്ഞപ്പോൾ ഒരു സബ്ജക്റ്റ് ഇടണമെന്ന് പറഞ്ഞപ്പം പക്രുചേട്ടൻ പറഞ്ഞു നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. നീ ടോപ്പിക് ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇട്ട ഏതെങ്കിലും ഒരെണ്ണം എത്തിയാലോ ഞാൻ വരുന്ന ഇട്ടൊക്കെ. അങ്ങനെ ഇടയ്ക്ക് പുള്ളി മെസ്സേജിൽ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞ് കല്യാണം എന്തെങ്കിലും ആയോ? ഇല്ല ഏട്ടാ, ഒരു കല്യാണം കഴിക്കണം, ഞാൻ വരാം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ വിളിക്കണ്ടേ? അയ്യോ വിളിക്കണം, 2 കഴിഞ്ഞിട്ട് വിളിക്കണം. അജയൻ ചേട്ടനും ഗായത്രി ചേച്ചി ഒരു ഫാമിലി ആയിട്ട് തന്നെ വരും. ഒരു നല്ലൊരു ബന്ധം അന്നും. ഇതിപ്പോ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ ഇപ്പൊ വീഡിയോയിലൂടെയൊക്കെ? വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് പൃഥ്വിരാജിന്റെ ഒക്കെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഈ വലിയ നടനാണ്, വലിയ നടിയാണ്, അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇപ്പോഴൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒന്നും എനിക്ക് ചിന്തകളൊന്നും പോയിട്ടില്ല. നമുക്ക് ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് രാവിലെ ഫുഡ്, വെള്ളം, ഫ്രിഡ്ജ്, ആപ്പിള്, മുന്തിരി, ഓറഞ്ച് ഇതൊക്കെ ഒന്ന് ലാവശ്യമായിട്ട് നടക്കുമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ബോഡിക്ക് നിന്ന് ചെയ്യുന്നതുകൊണ്ട് പാരൻസിനെ കണ്ടില്ലെങ്കിലും വിഷമം ഉണ്ടാവും, അങ്ങനത്തെ ശീലമൊന്നുമില്ല. ഓൾറെഡി നമ്മളെ ബോഡിങ്ങിലെ ചിട്ടാട്ടങ്ങളല്ലേ. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയൊരവസരം, സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസരം, എല്ലാം കൊണ്ടും നല്ല രസമായിരുന്നു. ഞാനൊരു ടൂർ പോയതാണ്. പിന്നെ എന്നെ കൂടുതൽ അവിടത്തെ കന്നഡ പെണ്ണുങ്ങൾ എടുത്തോണ്ട് നടക്കുമായിരുന്നു. കാരണം നമുക്ക് ശരീരഭാരമില്ലല്ലോ. തന്നെയല്ല ഈ പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഓരോ ഭാര്യമാരെ തന്നായിരുന്നു. അപ്പൊ മറ്റുള്ള ചേട്ടന്മാര് അവരുടെ ആളിനെ പേരിനെ അവർക്കൊക്കെ തിരിച്ചറിയാം. ആ ചേട്ടന്മാർക്ക് അങ്ങോട്ടറിയാം. പക്ഷെ അവർക്ക് തിരിച്ച് നമ്മളെ സെലക്ട് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും. കാരണം എല്ലാവരും ഫേസ് വെച്ചിട്ട് ചിലർക്കൊക്കെ ഒരേ സാദൃശ്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. പക്ഷെ തിരിച്ച് ഇപ്പം എനിക്കാണെങ്കിൽ അങ്ങോട്ട് എൻ്റെ പേരിനെ കാരണം തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അപ്പോൾ എന്നെ എടുക്കുന്ന ചേച്ചി
ഊണ് കഴിക്കാനാണെങ്കിലും ബ്രേക്ക് സമയത്താണെങ്കിലും എന്നെ എപ്പോഴും കൂടെ കൊണ്ടുപോകും. ഒന്നെങ്കിൽ ഇളിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കും. താഴെ വെച്ച് ആരുടെ അടുത്തോണ്ട് പോകും. കണ്ടിന്യൂറ്റി വിസ പിന്നെ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അവർക്ക് തിരിച്ചെന്നോട് എന്റെ പൊന്നു കുരിപ്പ നിലത്തേക്ക് പറയാനും പറ്റില്ല. കന്നഡയാ, ആ ഭാഷ ഇരിക്കുന്നില്ല, ഭാഷ അറിയുന്നില്ല. അതുകൊണ്ട് നല്ല സ്നേഹമായിരുന്നു കേട്ടോ. അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ പൃഥ്വിരാജ് അങ്ങനെ ഇവരെ നമ്മളങ്ങനെ വലിയ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്ലോറിൽ ഓൾമോസ്റ്റ് ഇത്തിരി കുരുത്തക്കടൊക്കെ ഉണ്ടായിരുന്നു. ഈ അവിടെ അത്ഭുതത്തിന്റെ സെറ്റിലേ ഈ നമ്മുടെ ഈ സെറ്റിന് വേണ്ടിയിട്ട് ഈ കുറെ അനിമൽസിനെ കൊണ്ടുവന്നായിരുന്നു. ഈ നമ്മുടെ ഗിനിക്കോഴിയെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ നമുക്കെന്താ കുട്ടികളി മാറുന്ന പ്രായമില്ലേ. ഞാൻ ഇതിന്റെ കൂടെ ഒക്കെ ചാടാനും അതിനിട്ട് കല്ലൂർ കയറിയോ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇമ്പോർട്ടന്റ് സീൻ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ കളിച്ചു കയറുന്ന സമയത്ത് ഇതുപോലെ വയറ് കിടക്കും, കാല് തട്ടി മെയിൻ സ്വിച്ച് അങ്ങ് ഓഫായിട്ട് ഉള്ളിലെ ഇതുപോലെ ലൈറ്റ്, അതിനകത്ത് ആ ഹോമം ചെയ്യുന്ന ഒരു സീനാണ് ഉള്ളിൽ. ഡേയിൽ ഇതുപോലെ സെറ്റ് ഇട്ടിട്ട് ഹോമം ചെയ്യുന്ന സീനാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫായപ്പോൾ ഈ സാറ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആയി. കാരണം ഉച്ച സമയമാണ്, ഭയങ്കര ചൂടൊക്കെ അല്ലേ, വയലൻ്റ്. ആരാത് പണി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പൊക്കി. എന്നെ അവിടെ കൊണ്ട് അന്നൊക്കെ ഇപ്പം എന്തോ എല്ലാവരും എന്നെ നോക്കുന്നത്. ഞാനന്നെങ്കിൽ കരയാറായി. പുള്ളിക്കാരൻ നീയാണോ ഇത് ചെയ്ത് കാല് കാട്ടിപ്പോയത് പറഞ്ഞു. അവിടെ ഞാൻ കരയാറായപ്പോഴത്തേ പറഞ്ഞു അപ്പം എന്നെ ചേട്ടാന്ന് വിളിച്ചോളൂ. അപ്പോൾ പറഞ്ഞു അയ്യോ ചേട്ടാന്ന് വിളിക്കണ്ട, കൊച്ചു പയ്യനാ, നമ്മുടെ കൂടെ ഉള്ള തന്നെ ആർട്ടിസ്റ്റുകൾ വന്ന് കൊച്ചു പയ്യനെ 4ലാ പഠിക്കുന്നത്. പിന്നെ പുള്ളി എന്നെ അടുത്ത് വെച്ച് അപ്പൊ ഇങ്ങനെ പറഞ്ഞു സാറ് രാത്രിയാണ് ഹോമം നടത്തുന്നത്. അതിനെക്കാട്ടും എന്താ പറയാ, ഇന്നെ തൊട്ടപ്പുറത്ത് മല്ലിക കപൂർ ഇരിക്കുക. ഞാൻ പുള്ളിക്കാരത്തി ഇത് നോക്കി അവിടുന്ന് ചറവറാന്ന് കുറെ ഇംഗ്ലീഷ് താല്പര്യമല്ലോ. മല്ലിക കപൂർ എങ്ങാനും മലയാളിയായിരുന്നു. അവരെ ചീത്ത വിളിച്ചതെന്ന് അറിയുന്നില്ല, അവര് കുറെ ഇംഗ്ലീഷ്. പിന്നെ ഇപ്പുറത്ത് നിന്ന് പക്രച്ചേട്ടൻ പറഞ്ഞു മോന്റെ പേര് ചോദിച്ചതാ. അങ്ങനെ നല്ല രസമായിരുന്നു. അതിനുശേഷം പിന്നെ സിനിമയിലേക്കൊന്നും അതിനുശേഷം ഞാൻ 4-5 സിനിമകൾ ചെയ്തു. പിന്നെ സ്കൂളും 4ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിത്തം പിന്നെ നോക്കണ്ടെന്നുള്ളത് പിന്നെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ വിട്ടില്ല. പിന്നെ കലാഭവനിൽ നിന്നൊക്കെ അവസരം വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ 8-ലൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് സ്കൂളിൽ നാടകകളരിയുടെ ഇത് വന്നു. ഒരു നാടകത്തിന് വേണ്ടിയിട്ട് പിള്ളേരെ സെലക്ഷൻ ചെയ്യാനെ കൊണ്ട് KPSC എന്നൊരു സെലക്ഷൻ വന്നു. അപ്പൊ അവിടുന്ന് സെലക്ഷൻ വന്നപ്പോൾ ഉണ്ട് ഇതുപോലെ അന്ന് ഇപ്പൊ ഈ സ്കൂളിലൊക്കെ ഈ അത്ഭുതദ്വീപ് ഇറങ്ങി 2005-ലാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞ 2005 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബോർഡിങ്ങിൽ നിന്ന് മാറി. പിന്നെ വീട്ടിൽ നിന്ന് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ സ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ഒരു ഇത് ഭയങ്കര പബ്ലിസിറ്റിയാണ്. അപ്പോൾ ഏത് അസംബ്ലിയിലും ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ എന്നെ വിളിക്കും. ഞാൻ അന്നൊക്കെ അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഈ ഓരോന്ന് കണ്ട് ഡാൻസ് പഠിച്ചിട്ടില്ല, ഡാൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ സിനിമ നടനുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ അസംബ്ലിയിലൊക്കെ അനൗൺസ് ചെയ്യും, കലോത്സവത്തിനൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. അപ്പം എന്നെ ചെറിയൊരു സെലിബ്രിറ്റി ആയിരുന്നു സ്കൂളിലൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നാടകത്തിന് ഇത് വന്നപ്പോൾ എന്നെ വിളിച്ച് പിന്നെ കൂടെ നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും അവസരം കിട്ടുമെന്ന് നോക്കിയപ്പോൾ അവരെന്നെ വിളിച്ച് കരയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കരയാൻ പറ്റുമെന്ന് പറഞ്ഞു, ചിരിക്കാൻ പറ്റും, അങ്ങനെ കുറേ ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ കാണിച്ചെന്ന് ഞാൻ എന്നെ കൊണ്ട് കഴിയാമെന്നൊക്കെ ഞാൻ ചെയ്ത്. പക്ഷെ അവർ ആ നാടകത്തിന് എന്നെ എടുത്തില്ല. പക്ഷെ അവരെന്നെ സെലക്ഷൻ ലിസ്റ്റിൽ ഇട്ട് വെച്ച്. എന്നിട്ട് ഇവർ പോയിട്ട് ഈ പിന്നെ ഈ KPSC തന്നെ അവരൊരു ഡോക്യുമെൻ്ററി എടുത്ത് ഒരു ഷോർട്ട് ഫിലിം വന്നു. അതെടുത്തപ്പോൾ അവരെന്നെ വെച്ചിട്ട് അവർ കഥാപാത്രം എഴുതി. ഒരു സർക്കസ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങിയെന്നൊരു കോമാളിയുടെ വേദനകൾ അനുഭവിച്ചെന്നൊരു കോമാളിയുടെ ഒരു കഥയായിരുന്നു. അതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നാടകത്തിൽ ഒരു ഇതുണ്ടെന്ന് അവർക്ക് തോന്നുന്നത്. അങ്ങനെ KPSCയിൽ 5 വർഷം എന്നെ നാടകം അഭ്യസിപ്പിച്ച് പഠിപ്പിച്ചു. അവിടുന്ന് അവനെ പ്രൊഫഷണൽ നാടകത്തിൽ കയറി. അപ്പോഴത്തേക്ക് നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയി നിൽക്കുന്ന സമയം KPSC കുറേ റെക്കോർഡിങ് നാടകങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് 1-2 അവാർഡ്സ് മേടിച്ച് പിന്നെ പ്രൊഫഷണൽ നാടകത്തിലോട്ട് വന്ന് അങ്ങനെ നാടകത്തിന് നല്ലൊരു ബേസായി. നാടകത്തിൽ ബേസായപ്പോഴത്തേക്കും ഇതുപോലെ ചാനലുകളിൽ നിന്നൊക്കെ പ്രോഗ്രാമുകളൊക്കെ വന്ന് മനോരമയിൽ നിന്നൊക്കെ വന്ന് കുറച്ചുകൂടെയൊക്കെ ലെവലായി. അപ്പോഴത്തേക്കും ചെറിയ ചെറിയ സിനിമകളിലൊക്കെ ചെറിയ വേഷമൊക്കെ ചെയ്ത്
പിന്നെ അഭിനയം നല്ല രീതിക്ക് തലക്കങ്ങ് ഭ്രാന്തായി. പിന്നെ ഫുള്ള് ഷോർട്ട് ഫിലിം, സിനിമ, ഇതുപോലെ ടെലിവിഷൻ ഷോസ്, പ്രോഗ്രാം, അതുമായിട്ട് മാത്രമായിട്ട് ചിന്തകളായിപ്പോയി. ഞാനൊരു റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിഖില് പറയാ, ഞാൻ ഈ ക്യാമ്പ് ഫയർ കേട്ടിട്ടുണ്ട്, റാപ്പിഡ് ഫയർ കേട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചേ ഇവിടെ തീ കൂട്ടി ചിക്കനൊക്കെ റോൾ ചിക്കനൊക്കെ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കല ഞാൻ പരിപാടി. കോഴി ഫുൾ അതേ ഉള്ളു. തീറ്റയുടെ വിചാരം അല്ല, കോഴി കോഴി വിചാരം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അവിടെ തന്നെ പറഞ്ഞു. അല്ല, ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കമന്റ് വരും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞതാ. കമന്റ് ഞാൻ ഇപ്പോഴേ പറയാം. ഒരു സ്പൈഡർമാൻ, ഒരു ബൈക്ക് റൈഡർ, ഈ രണ്ട് ചങ്ങായിമാരുന്ന് എന്നതാ പറയുന്നേ. ഇത് തന്നെ എന്നെ ബോഡി ഷേമിങ് ഏതൊക്കെ രീതി ചെയ്യോ അങ്ങനൊക്കെ. യൂട്യൂബ് ചാനലിൽ ചിലരുണ്ട്, അത് ഞാൻ പറയുന്നില്ല, കമന്റ് നെഗറ്റീവ് എന്തൊക്കെയാ പറയുന്നത്, നമുക്ക് ചേച്ചി അതിന്റെ അടിയിൽ പോയി നോക്കി. കാരണം ഈ രണ്ട് പേരുണ്ടല്ലോ, എന്താ നെഗറ്റീവ് കമന്റ്സ് ചെയ്യുന്നവരുടെ മൈൻഡ് എന്താണെന്നറിയോ? ഇപ്പൊ ഏട്ടനെ ബോഡി ഷെയിം ചെയ്യുന്നതാണെങ്കിലും എന്നെ ഇതാണെങ്കിലും പറയുന്നവർ എന്താ വിചാരിക്കുന്നതെന്ന് അറിയോ? അപ്പൊ അത് പറഞ്ഞ ഉടനെ അടുത്ത സെക്കൻഡിൽ ഞങ്ങൾ അങ്ങ് ബ്രേക്കപ്പ് ആവും. ഈ പേര് വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ല, ഈ പേര് വേണമെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത്. അല്ല, ഈ പേര് വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചാൽ സ്പൈഡർമാന്, പിന്നെ ബൈക്ക് റൈഡർ. കാരണം ഇവര് രണ്ടുപേരും എനിക്ക് മാത്രമല്ല, അവർക്കൊരു പ്രൊമോഷൻ ആയത്. പിന്നെ എനിക്ക് മാത്രമല്ല കേട്ടോ, അമൽ സിത്താരയില്ല, ഞാൻ അവനെയും വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഈ പറയുന്ന ആളെ നിനക്ക് കമന്റ് ഇടുന്നുണ്ടോ പറഞ്ഞ്, എനിക്ക് ഇതുപോലെ കുറെ വൾഗർ കമന്റുകൾ ഇടുന്നു അവനും എനിക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ആൾക്കാർ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തോണ്ട്. അപ്പൊ ഞാൻ ഒരു ചേച്ചിയുടെ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ അല്ല ശരിക്കും, അവര് ഒരാളാണ്, സർക്കസിലൊക്കെ നിന്ന് പണ്ടത്തെ സൈക്കിളോട് അതിലന്ന് പെൺവേഷം കെട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂ. അപ്പൊ അതിൽ അവരവരുടെ ഒരു ക്രൂഷ്യൽ ആയിട്ടൊരു ലൈഫിന്റെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ വളരെ അത് കേട്ട് ഭയങ്കര ജെനുവിൻ ആയിട്ടിരിക്കുക. അന്നേരം അതിനകത്ത് അത് ചിരിക്കാതെ പിടിച്ചിരുന്ന എന്നെ, പിന്നെ എൻ്റെ കളറ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഷെയ്മിങ് ആയിരുന്നു. അങ്ങനെ ഓരോരുത്തർ എടുത്തോണ്ട് പോകുന്നു. നമുക്ക് എന്നാ പറയാനാ. ഞാൻ കണ്ടില്ല ചേച്ചിയുടെ ഇന്റർവ്യൂവിന്റെ താഴെ വരുന്ന കമന്റ്സ്. ഞാൻ കഴിയുമ്പോഴും നമ്മളത് നമുക്കൊന്നും ചെയ്യാനില്ല. അതും ഈ പറയുന്നവർക്ക് സ്വന്തമായിട്ടൊരു ഫേസ് ഉണ്ടാവൂല. ഇനി ഫേസ് ഉണ്ടെങ്കിൽ തന്നെ ആ പ്രൊഫൈലില് ഫേസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ തൊട്ടടുത്തൂടെ പോകാൻ പോലുള്ള യോഗ്യത പോലും ഉണ്ടാവില്ല. അത്രയും നമ്മളും വിചാരിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ സെഗ്മെന്റ്. ഞാൻ റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞപ്പോഴും രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിച്ചു. മറന്നു പോയിട്ട് അത് അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞു കൊടുത്താലും മറന്നു. ഓക്കെ, ഞാൻ അതൊന്നും അല്ല ചോദിക്കുന്നത്. ആദ്യം നിങ്ങൾ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞില്ലേ, അന്ന് ഇയാളിട്ട ഡ്രസ്സ് എന്തായിരുന്നു? ഡ്രസ്സിന്റെ കളർ? പച്ച ടോപ്പും ചുമന്ന ഷാളും. പച്ച ടോപ്പ് കറക്റ്റാ, ചുവന്ന ഷാളല്ല, പിങ്ക് റോസ് കളർ. അപ്പൊ അത് വെച്ചിട്ട് അടിച്ചു വന്നു. ആ തലകൾ വെച്ചിട്ട് അടിക്കണോ? ആരെങ്കിലും ഒരാള് കൊടുക്കണേന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കും. അഖിലിട്ടത് എന്തായിരുന്നു? വൈറ്റ് കളറിലെ ഒരു ഷർട്ടും ബ്ലാക്ക് കളറിലെ പാന്റ്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, രണ്ട് ഓപ്ഷൻ. വൈറ്റ് കളറിൽ ജസ്റ്റ് സത്യത്തിൽ ഇനി ഇതൊക്കെ സമ്മതിച്ചേ, ഞാൻ തന്നെ ഓർക്കുന്നില്ലെന്ന്. പിക്ക് ഉണ്ട്, ഫോണില് പിക്ക് ഉണ്ട്, നോക്കിയാ മതി. ഫോണിൽ പിക്ക് ഉണ്ട്. അപ്പൊ അതെനിക്ക് ഡേറ്റ് നോക്കിയാ മതി. പിക്ക് ഉണ്ടാ വേണ്ട, ഞങ്ങളുടെ ഹൈലൈറ്റിൽ നോക്കിയാ മതി. ഹൈലൈറ്റ് കിടപ്പുണ്ട്, ഫസ്റ്റ് പിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി അല്ലേ? ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്താരാ? അന്ന് കാണാൻ വരുമ്പോ നമ്മൾ എന്താണെങ്കിലും ഒരാൾ കാണാൻ വരുക, ഗിഫ്റ്റ് കൊണ്ടുവന്നോ? ഉമ്മ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിട്ട് പരിഗണിക്കണം എന്നാണ് പറയുന്നത്. ഗിഫ്റ്റ് ആയിട്ടല്ലേ ഞാനാ കൊടുത്തെ. മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുട്ടായി കൊടുത്തു എനിക്ക്. എന്റെ 5 സ്റ്റാർ ഞാനാ കൊടുത്തെ. അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ തെളിവ് സഹിതം. എന്താ ഗിഫ്റ്റ് കൊടുത്തില്ലേ? ഒന്നും കൊടുത്തില്ല. അല്ല, ഗിഫ്റ്റ് എന്ന് പറയുന്നത് കാണാൻ വന്നത് തന്നെ ഭയങ്കര ഗിഫ്റ്റാ. അത് ഗിഫ്റ്റാ. ഗിഫ്റ്റാണ്. ഓക്കെ, തന്ത്രപരമായിട്ട് ജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. പെട്ടേനെ. കാരണം എന്താണെന്നറിയോ, ഇത് ഗിഫ്റ്റിനുള്ളൊരു കാര്യം പറയാം. നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മൂമ്മമാര് വരുമ്പോ, ആരെങ്കിലൊക്കെ റിലേറ്റീവ്സ് വരുമ്പോ, നമ്മളെല്ലാവരും
എക്സ്പെക്ട് ചെയ്തില്ലേ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന്. ഉം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെ തോർത്തിട്ട് ബ്ലൗസ് ഇട്ട് തോർത്തിട്ട് എന്റെ കഷത്ത് എപ്പോഴും ചൂട് സാധനം കാണും. എനിക്ക് അമ്മൂമ്മ വരുമ്പോ തന്നെ എനിക്ക് അറിയാതെ. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇപ്പൊ എന്നെ കാണാൻ വരുമ്പോ 40 വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ അമ്മ ഇപ്പോഴും എന്നെ കാണാൻ വരുമ്പോ എനിക്കിഷ്ടമുള്ള മിച്ചറ്, പഴം, എനിക്കിഷ്ടമുള്ള സാധനം മേടിച്ചോണ്ടേ വരും. ഇത് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറയാവേ. ഇടയ്ക്ക് കുറച്ച് വീക്സ് മുന്നേ, കുറച്ച് ഡേയ്സ് മുന്നേ ഏട്ടൻ്റെ മാമിന്റെ വീട്ടിൽ, അപ്പം അവിടെ നിന്ന് ഇങ്ങ് വരുവാ നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പിറ്റേ ദിവസം ഒരുമിച്ച് പോകണം. അപ്പം വർക്ക് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഇങ്ങ് വരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല പറ എന്തെങ്കിലും വേണം, ഞാൻ വാങ്ങിട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമല്ല, എനിക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞു. വന്നു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല, മേടിച്ചോന്നൊന്നും ചോദിച്ചില്ല. പിന്നെ വന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ സാധനം കൊണ്ടുവന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ എക്സൈറ്റ്മെന്റ് ഫസ്റ്റ് എന്തോ വേണോ എന്ന് ചോദിച്ചിട്ട് ഞാനായിട്ട് പറഞ്ഞില്ല, ഇങ്ങോട്ട് ചോദിച്ചിട്ട് കൊണ്ടുവരുമല്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ജാക്കറ്റിൽ നിന്ന് ഒരു പൊതി എടുത്തു തന്നു. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോ അത് കപ്പലണ്ടി. ഞാൻ ചോദിച്ചു സ്പൈസി എവിടെ? എനിക്ക് സ്പൈസി അല്ലേ വേണമെന്ന് പറഞ്ഞാ മുളക് പൊടി ഇട്ട കപ്പലണ്ടി. അങ്ങനെ അയ്യോ ഞാൻ വേറൊന്നും വേണമെന്ന് പറയുന്നത്. ചിലവർക്ക് അങ്ങനെയാണ്, പ്രകടിപ്പിക്കാൻ അങ്ങനെ അറിയില്ലായിരിക്കും. നമ്മൾ ഗേൾസ് കുറെ കൂടി അതില് ഇതാണ് എപ്പോഴും ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യത്തില്. ഇപ്പൊ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആരാദ്യം സോറി പറയുന്ന അല്ലെങ്കിൽ പിണക്കം മാറ്റുന്ന ആളാണ്? എന്താ പറയുന്നത്? അങ്ങനെ സോറി പറയത്തില്ല, സോറി പറഞ്ഞുള്ള ഇതൊന്നുമില്ല. അത് ആൾക്ക് ഇഷ്ടമല്ല സോറി പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ് സോറി ഇങ്ങോട്ട് പറയിക്കും. അങ്ങനെ പിണക്കം മാറ്റത്തില്ല, അല്ലാണ്ട് വന്ന് പിണക്കം. സോറി ചോദിക്കുന്നതിനോട് എനിക്ക് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, സോ ഞാൻ അതുകൊണ്ട് സോറി ചോദിക്കാം എന്നൊരു മൈൻഡില്ല. സോ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്ന് വെച്ചാല് ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര ഇഷ്യൂസ്, ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾ തമ്മിൽ പിണങ്ങുന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ കുറച്ച് സൈലൻസോ കൊണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങളത് പറഞ്ഞ് സോൾവ് ചെയ്യും. ഞാൻ അങ്ങോട്ട് മിക്കവരും ഞാൻ അങ്ങോട്ടായിരിക്കും സംസാരിക്കുന്നത്. സോൾവ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത്, ഈ ഒരു ഇഷ്യൂ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ. എന്റെ ഭാഗത്ത് പ്രശ്നം അവളത് പറയുമ്പോ അവർക്ക് മനസ്സിനതൊരു ചിലപ്പോൾ ദേഷ്യത്തോടൊക്കെ പറഞ്ഞു തീർക്കാം. അതാ പറഞ്ഞു തീർക്കട്ടെ, കാരണം മനസ്സിലിട്ടോട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരാധക. സത്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹണിമൂൺ എവിടെയാ പോകുന്നത്? ഗോവയില്. ഗോവ. അത് പറഞ്ഞപ്പോ നാണോ വന്നേ? സ്ഥലം പറ. ഞങ്ങള് ഗോവയില് പോവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ട്രിപ്പ് പോകുന്നത്, പിന്നെ ഈ പറയുന്ന ഉത്സവങ്ങൾ കാണുന്നത്, എനിക്ക് അങ്ങനത്തെ ട്രാവൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ട്രാവൽ ഇഷ്ടപ്പെടുന്നത് ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്നത്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് ട്രിപ്പ് പോകുന്നതോ അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഹണിമൂൺ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും പോയേ പറ്റത്തുള്ളൂ. അപ്പം ഗോവ, ഞാൻ പറയുന്നത് ഗോവയിൽ പോയാൽ മതി, അതും വിത്ത് ഫാമിലി. എല്ലാരും കൂടി. എൻ്റെ ഏട്ടൻ്റെ ബ്രദർ, വൈഫ്, മക്കള്, പിന്നെ ഞങ്ങളുടെ അമ്മ, പിന്നെ ഏട്ടന്റെ വൈഫിന്റെ അമ്മയുണ്ട്. എല്ലാരും കൂടിയിട്ട് ഗോവയിലോട്ട്. ഞാൻ അറിഞ്ഞല്ലോ. ഇല്ല, ഇത് ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാനോ? അങ്ങനെ ഇന്ന് പ്ലാൻ ചെയ്തോണം. ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാനോ? ഉണ്ട്, സർപ്രൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ലേഡീസ് അങ്ങനെയാണെന്ന്. അല്ല, നമ്മള് കല്യാണം കഴിച്ച ഒരു 10 മാസം നമ്മള് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അത് ഓൾറെഡി വീണ്ടും പൊങ്കാല. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനിങ്ങനെ മറ്റേ ചത്തപോലെ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ. അടുത്തത്, നിഖിലിന്റെ ഏറ്റവും ക്യാരക്ടറിൽ കുറച്ച് മുമ്പ് പറഞ്ഞ് എനിക്കിഷ്ടം മറ്റൊരാളെ കുറിച്ച് മോശം പറയാത്തതാണ്. ഓക്കെ, അതേപോലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറും എന്നാൽ ഏറ്റവും ദേഷ്യം തോന്നിയൊരു ക്യാരക്ടറും മാറ്റണം എന്ന്. അതുപോലെ നിഖിലിന് വിഷ്ണുപ്രിയയുടെ എന്തായിട്ടാണ് തോന്നിയേക്കുന്നത്? ആദ്യം ഏട്ടൻ പറയട്ടെ. ഏട്ടൻ പറ. മാറ്റണോ തോന്നുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പറഞ്ഞാല് ഞാനിപ്പോ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഒരു ഷൂട്ടിന് പോകുന്ന കാര്യത്തിലാണെങ്കിലും
പിന്നെ എവിടെയെങ്കിലും യാത്ര പോകുന്നായിരുന്നാലും ഒരു ഷർട്ട് ഇടുന്നായിരുന്നാലും അലാറം വെച്ച് എണീറ്റ് വിളിച്ചേൽപ്പിച്ച് എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ മാറ്റണമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, സംശയം. ഇതേ ഭയങ്കര ട്രിക്കി ആയിട്ട് ആ സംശയം എന്ന് പറയുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു അതിന് പോയിന്റ്. നമ്മുടെ പാസ്റ്റ് ലൈഫില് കുറെ ആൾക്കാർ നമ്മുടെ ലവർ ആയാലും ആരായാലും നമ്മുടെ ലൈഫിൽ വന്ന് പോയിട്ടുണ്ടാവും. അവർ നമുക്ക് തന്നിട്ട് പോയത് പെയിൻ തന്നെയായിരിക്കും. അപ്പോൾ അവരുമായിട്ടുള്ള കോണ്ടാക്ട് വെച്ചോട്ടെ, കുഴപ്പമില്ല. ആ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ അവരുടെ മൈൻഡിൽ വീണ്ടും ഒരു റീ എൻട്രി ലൈഫിലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ റീ എൻട്രി കൊണ്ട് അവരുടെ ലൈഫ് സ്പോയിൽ ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള നെഗറ്റീവ് മൈൻഡോടുകൂടി നിൽക്കുന്ന പേഴ്സൺസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറയുന്നതിന് അത് പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സംശയമാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലായോ? നിഖിലിന് കമ്മ്യൂണിക്കേറ്റഡ് ആയോ? ഒരൊറ്റ മെസ്സേജ് പോരെ ചേച്ചി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏട്ടൻ അവരെ ഫ്രണ്ടായിട്ട് തന്നെ കാണും. എന്നെ പറ്റിക്കണമെന്നോ എന്നെ ശ്രദ്ധിക്കണമെന്നോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ സൈഡിൽ നിന്നുള്ള ഒരൊറ്റ മെസ്സേജ് പോലെ ഞങ്ങൾക്കിടയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാൻ വേണ്ടിയിട്ടില്ലേ? കാരണം അവരുടെ പാസ്റ്റ് ലൈഫിലുള്ള ഒരു പേഴ്സൺ ആണ്. സോ അവരുടെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ ചോദിക്കും, തിരിച്ച് റിയാക്ട് ചെയ്യും, ഞങ്ങൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായില്ലേ? തീർച്ചയായും. അപ്പം ഇഷ്ടപ്പെട്ട സ്വഭാവം മാറ്റേണ്ട സ്വഭാവം അതേ ഉള്ളൂ. ഏറ്റവും അത് മാറ്റിയില്ലെങ്കിൽ എനിക്ക് ഇഷ്യൂ ഇല്ല, പക്ഷെ ഞാനത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് മാറ്റത്തില്ല, അത് ഞാൻ മാറ്റത്തില്ല. എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഫസ്റ്റ്, അതായത് ഞാൻ എന്റെ സിറ്റുവേഷൻ പറഞ്ഞാലും ഫസ്റ്റ് ചെറിയൊരു ഇതൊക്കെ തരും, പക്ഷെ കുറെ കഴിയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. പക്ഷെ ഞാൻ നിങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയില്ലേ, അപ്പൊ നിഖിൽ എല്ലാത്തിലും തന്നെ ടേക്ക് കെയർ ചെയ്യുന്നതായിരുന്നു. അതായത് ആ ടേബിൾ നീക്കിയിട്ടുന്നത്, കസേര കയറ്റിയിരുത്തുന്നത്, പിന്നീട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ആ ടേബിൾ മാറ്റിയിട്ടിട്ട് തന്നെ കൊണ്ടുപോകുന്നത്, അത് ഭയങ്കര ക്വാളിറ്റിയാണ്. അത് ക്വാളിറ്റിയുടെ ഒന്നുമല്ല, വീട്ടിൽ ചെല്ലുമ്പോ ഇവിടെ പരാതി പറയും. അല്ല അത് സത്യമാണ്. ഞാൻ ഫസ്റ്റ് ചിന്തിച്ചു, ഞങ്ങൾ തമ്മിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പൊ ഏട്ടനെ പോലെ അല്ല ഞാൻ, ഏട്ടനെക്കാളും കുറേ ചേഞ്ചസ് എനിക്ക് കൂടുതലായിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഏട്ടന് എന്നെക്കാളും ഡിസബിലിറ്റി ഓക്കെ, പക്ഷെ എന്നെക്കാളും കുറച്ചും കൂടി ഓക്കെയാണ് ഏട്ടൻ, ഞങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്ക് എന്നെ എങ്ങനെയായിരിക്കും ഏട്ടൻ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ 1000% ഞാൻ ഓക്കെയാണ്. ഞാൻ വണ്ടി കയറാനാണെങ്കിൽ ഞാനിങ്ങനെ ഹെൽപ്പ് വേണമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച ഉടനെ ഏട്ടൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഇതുണ്ടാവും. അപ്പൊ ഞാൻ ചിന്തിക്കും. അവിടെ നമ്മൾ കഴിക്കാൻ കയറിയപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഇത് ഹൈറ്റ് ആണല്ലോ, ഞാൻ എങ്ങനെ ഇത് കയറി ഗ്യാപ്പിൽ കൂടെ എങ്ങനെ കയറിപ്പോ. പക്ഷെ ആ സമയത്ത് എനിക്ക് അതാ ഞാൻ പറഞ്ഞ അണ്ടർസ്റ്റാൻഡ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. അതാ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു. നിഖിലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം വിഷ്ണുപ്രിയയുടെ വീട്ടിൽ നിൽക്കേണ്ടതായിട്ട് വരണം എന്ന് വിഷ്ണുപ്രിയ പറഞ്ഞാല് നിഖിൽ നിൽക്കുമോ ഇല്ലയോ? എങ്ങനെ വിരുന്ന് നിൽക്കുമോ? അങ്ങനെയല്ല, നിഖിൽ ഇവിടെ നിന്നാലേ പറ്റുള്ളൂ വിഷ്ണുപ്രിയ പറയുവാണ്. അങ്ങനെ ഞാൻ നിൽക്കുമോ? അങ്ങനെ ഒരു നിലപാട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ പറയത്തുമില്ല. എന്താ പറയാ, ഞാന് പിന്നെ തമാശക്ക് പറഞ്ഞെങ്കിൽ ഞാൻ അടുത്ത ആത്മ പറഞ്ഞായിരുന്നു, പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഞാൻ കല്യാണം കഴിക്കുക. അത് പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിന് ശേഷമല്ല, അതിന് മുമ്പോട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇയാളല്ല വേറൊരാളാണ് വന്നതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയാൻ ആഗ്രഹിച്ചായിരുന്നു. എനിക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് എനിക്കൊരു അച്ഛൻ്റെ സ്വത്തിലോ അല്ല അമ്മയുടെ സ്വത്തിലോ അല്ലെങ്കിൽ മറ്റൊരാൾ തന്ന സ്വത്തിലോ നിൽക്കാൻ എനിക്ക് താല്പര്യം. എനിക്ക് എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ അവിടെ സ്വസ്ഥമായിട്ട് കിടക്കുക, അവിടെ ഒരു ഫാമിലി, അതാണ് എൻ്റെ താല്പര്യം. അപ്പം അവിടെ ഉണ്ടാകുന്ന സുഖവും സന്തോഷങ്ങളും മാത്രമാണ് എൻ്റെ ഒരു ഇത്. ബാക്കിയുള്ളവരോട്ടൊന്നും ബന്ധപ്പെടണ്ടെന്നുകൊണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു അകലം എന്നും നമ്മളുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അത് തീർച്ചയായും. അതായത് ഫസ്റ്റ് തൊട്ടേ എനിക്ക് അറിയാമല്ലോ, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുത്തത് ഒരു ഫ്രണ്ട്ഷിപ്പിലാണ്.
ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ആളുടെ മൈൻഡ് എന്നും എന്താണ് ആള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളി എന്നുവെച്ചാൽ അങ്ങനെ ഡിപ്പെൻഡിങ് ആയിട്ട് ആരുടെയും അടുത്ത് നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല, ഒരു വിരുന്നുകാരെന്നുള്ള രീതിയിലല്ലാണ്ട് ഒന്നുമില്ല ഒരിടത്തും. ഇനിയേ വിഷ്ണുപ്രിയ ഒന്ന് പ്രപ്പോസ് ചെയ്യാവോ? ഞാന് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാനോ? അയ്യോ ടാസ്ക്, അത് ഭയങ്കര ടാസ്കാ. കാരണം അങ്ങോട്ട് പ്രപ്പോസ് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്നാ ഇന്റർവ്യൂലാണ് ഐ ലവ് യു പോലും പറഞ്ഞത്. ആണോ? അപ്പൊ നിഖിലിനാവുമ്പോ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആണ്. അയ്യോ ഭയങ്കര ചേച്ചി എനിക്ക് തിളക്കി അതല്ല അവിടെ വെച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബ്ലോക്ക് ചെയ്ത അയ്യോ അന്നത്തെ ലിപ്ലോക്ക് പോയ പോക്ക്. എവിടെ വെച്ച് ചെയ്യാൻ പറഞ്ഞു? അന്ന് ഇന്റർവ്യൂല് പിന്നെ അത് വാലന്റൈൻ, അതും കൂടെ പറയാമല്ലോ. അത് കുറേ പേർക്ക് ഒരിതാ, ഞങ്ങൾ ലിപ്ലോക്ക് വേണ്ടി മാത്രം ഇന്റർവ്യൂല് പോയതാണോ? ആങ്കറിനൊരു അത് കുറേ കമന്റ്സ്. ആങ്കറിനൊരു പിന്നെ നാണമില്ലേ, ഇവരെ വിളിച്ചിരുത്തി പിന്നെ എന്തോ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് വൃത്തികേട് കാണിക്കുന്നു, കോമാളി ആക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത്. ഈ കാണുന്നവര് മണ്ടന്മാരാണോ അത് നമുക്കങ്ങനെ തോന്നണമെന്ന് എനിക്കറിയത്തില്ല. അതൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവും കൂടെ ആയിരുന്നു. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയിരിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താ പ്രണയമല്ലേ? വാലന്റൈൻസ് ഡേക്ക് പോയിട്ട് നമുക്ക് പരസ്പരം പിന്നെ കഥാപ്രസംഗം നടത്താൻ പറ്റുമോ? എന്നോട് റിലേറ്റീവ്സിൽപ്പെട്ട രണ്ടുപേരും വെച്ച് ഉമ്മ നിങ്ങളുടെ മാത്രം സ്വകാര്യതയാണ്, അത് നിങ്ങളത് കൊടുത്ത് വളരെ മോശമായി. എത്രയോ പേര് അവിടെയൊക്കെ ഉള്ളവർ കാണുന്നതാണ്, പിന്നെ ഭയങ്കര മോശം. ഈ സൊസൈറ്റി വേറൊരു കാര്യം ചോദിക്കും, കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മ ഇപ്പൊ പബ്ലിക്കായിട്ട് കുഞ്ഞായില്ലേ എന്നുള്ളത് അവർക്ക് പബ്ലിക്കായിട്ട് ചോദിക്കാൻ മനസ്സിലായോ? ഉമ്മ ഇതൊക്കെ നമ്മളൊരു സ്വകാര്യത, ഓക്കെ എല്ലാവർക്കും സ്വകാര്യതയുണ്ട്. പ്രണയം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് അല്ലേ? അല്ലാണ്ട് എന്നോടത് ചോദിച്ചവരോട് ഞാൻ ഒറ്റ ചോദ്യത്തില്ല, ഞാൻ പറഞ്ഞു ഞാനൊരു ഉമ്മ വെച്ചത് സിനിമാനായിട്ട് ഒരു ഉമ്മ നോക്കുമ്പം അന്നേരം ഇതൊന്നും സദാചാരം പറയത്തില്ല. അപ്പം അത് പ്രശ്നമാണ്. അപ്പം യുദ്ധം നോക്കുന്നത് കുഴപ്പം, ചുണ്ടിന് ഏറ്റവും കൂടുതൽ മധുരം വേറുന്നത് ഒന്നേ ഉള്ളൂ, മോഹൻലാൽ വരെ പറഞ്ഞ് അത് തുമ്പലാണ്. പിന്നെ വേറൊരു കാര്യം, വീണ്ടും അതൊരു വാലന്റൈൻസ് ഡേ എപ്പിസോഡായിരുന്നു. അപ്പം അവിടെ അവര് പിന്നെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു, ഏട്ടൻ പ്രപ്പോസ് ചെയ്തു. പ്രപ്പോസ് ചെയ്യുമ്പോൾ ഒബിയസ്ലി നമ്മൾ കിസ് ചെയ്യും. ഒരു കിസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രപ്പോസൽ ചെയ്യണ്ട, ഞാൻ ക്യാൻസൽ ചെയ്തോ. എനിക്ക് വലിയ ഐഡിയ കൊള്ള. നിങ്ങൾ പ്രണയിക്കുക, പ്രണയിക്കപ്പെടുക, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവരും പറയും എനിക്ക് പ്രണയമുണ്ട്, എല്ലാവർക്കും ഉണ്ട് പ്രണയം. പക്ഷെ അവർ ഇപ്പോൾ ബോത്ത് സൈഡിൽ നിന്ന് അപ്പുറത്തുള്ള ആൾക്ക് അതേപോലെ ആ പ്രണയം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ രീതിയിൽ അവരത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊന്നും ആളുകൾക്ക് അറിയില്ല. അവർ വിചാരിക്കുന്ന അവർ കൊടുക്കുന്നത് ഇവർക്ക് ഓക്കെയാണ്, ഇവർക്കിത് മതിയെന്നാണ് ചിലവർക്ക്. എന്നാൽ ചിലവർക്ക് എത്ര കൊടുത്താലും അവർക്കത് മനസ്സിലാവില്ല, അവർ വീണ്ടും വീണ്ടും കണക്ക് പറയും. അതിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, പ്രണയം എന്നുള്ളത് ഭയങ്കര അത് മാധവിക്കുട്ടിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഞാൻ ചത്തതിന് ശേഷം എന്നെ സ്നേഹിച്ചിരുന്നു പറഞ്ഞാൽ എൻ്റെ ശവക്കല്ലറെ കൊണ്ട് ആരും കാണില്ല. അതുകൊണ്ട് പ്രണയിക്കുക, പ്രണയം ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആവുക, നിങ്ങളുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാവട്ടെ. എന്താ പറയുക, എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ വളരെ കുറച്ച് നേരം നിങ്ങളെ ഞാൻ ഒബ്സർവ് ചെയ്തോളൂ അവിടെ വെച്ചിട്ട്. ബാക്കിയൊക്കെ നമ്മൾ ചേച്ചി ഇൻസ്റ്റയില് നല്ല കമന്റ്സ് വരുന്നതിൻ്റെ അകത്തെ എന്നെക്കാട്ടിൽ കൂടുതൽ ഞാൻ കാണുന്ന മെസ്സേജുകൾ വരുന്നത് കുറേ പേരൊക്കെ കമന്റിലൂടെ അത് പറയും, ഞങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ ഭയങ്കര ക്യൂട്ടാണ്, നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മകൾ വരുന്നു, കാണണമെന്ന് ഭയങ്കരമായിട്ട് കാണണം എന്നിങ്ങനെ ആഗ്രഹം തോന്നുന്നു, പറ്റുവാന്നെങ്കിൽ കാണണം, കല്യാണത്തിന് വിളിക്കണം. ഏറ്റവും കൂടുതൽ കമന്റ്സ് കല്യാണത്തിന് വിളിക്കണം. സോ അതാണ് ലൈഫ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് റീൽസ് ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചോ, നമുക്ക് കിട്ടാത്ത എന്തോ ആ റീൽസിൽ ആ കാണുമ്പോൾ ഓ നമുക്കിങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ കണ്ടിട്ടില്ലേ ചിലവരൊക്കെ ഇങ്ങനെ ബൊക്കെയൊക്കെ കൊടുത്തിട്ട്, ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, ഒബ്വിയസ്ലി ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കുഞ്ഞു മൊമെന്റ് ആയിരിക്കാം, എല്ലാം വളരെ മൈന്യൂട്ട്, കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു മൊമെന്റ്സും ഇല്ല. ഞങ്ങൾക്കിടയിൽ വിഷയം ഉണ്ടായി കഴിഞ്ഞാല് ഒന്നേയില്ല ഞാൻ പറയും നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകാന്ന് പറയും. എന്നുവെച്ചാൽ ഫുഡ് അങ്ങനെയൊന്നുമല്ല, വണ്ടി കുറച്ചു നേരം ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരത്തിന്റെ ഇത് വരുമ്പോഴത്തേക്കും തന്നെ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ തന്നെ നിറഞ്ഞ് സന്തോഷമായിട്ടിരിക്കട്ടെ. കല്യാണത്തിന് വിളിക്കണം,
ഓ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു വിളിപ്പിക്കും എന്റെ അവസ്ഥ. ഇല്ല വിളിക്കും. അപ്പം എന്നോട് കുറച്ചു നേരം ഞങ്ങളുടെ ചാനലിൽ വന്നിരുന്നതിനും ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിച്ചതിനും ഭയങ്കര 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 സന്തോഷം. ലവ് യു മുത്തുമണികളെ. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഒരു കാര്യം കൂടി പറയാമല്ലോ ചേച്ചി. അപ്പോ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏട്ടന്റെ ഫാമിലി, അപ്പൊ ഞാൻ ഫസ്റ്റ് അത് എനിക്ക് പറയാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതും ഞാൻ വിചാരിച്ചത് വേറൊരു സൈഡായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് വേറൊരു സൈഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ബ്രദറോ എൻ്റെ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ എങ്ങനെ നിൽക്കും അതിൻ്റെയൊക്കെ ഒരു 100% ലെവലിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്. അത്രയും സപ്പോർട്ടാണ്. ഇപ്പം നമ്മളിവിടെ വീഡിയോ എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ബ്രദറുണ്ട്, അഖിലെന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം അഖിലേട്ടൻ അവരൊക്കെ ഇതിലൂടെയൊക്കെ നമുക്ക് അവരുടെ അടുത്ത് താങ്ക് യു പറയാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് പേഴ്സണലി ഇപ്പം താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആ പറയുന്ന വാക്കി കിട്ടുന്ന ഒരു സന്തോഷം. അല്ലാണ്ട് ഒരു സർപ്രൈസ് ഹാപ്പി കൊടുക്കാൻ പറ്റുന്ന ഇതേപോലെ ഇന്റർവ്യൂലൊക്കെ അവരുടെ പേര് പറയാനൊക്കെ നമുക്കൊന്ന് പറ്റത്തുള്ളൂ. അപ്പോൾ ഭയങ്കര താങ്ക് യു എന്ന് വെച്ചാൽ ഭയങ്കര താങ്ക് യു. കാരണം ഞാൻ എൻ്റെ അപ്പം മരിച്ചിട്ട് ഇപ്പം 2019 മരിച്ചത്. അതിനുശേഷം എനിക്കൊരു ആ ഒരു ഫീല്, ആ ഒരു ഫാമിലി എന്നുള്ള ഒരു കിട്ടുന്നത് ഇവരുടെ ഫാമിലിയോട്ട് പോയതിനു ശേഷം. അപ്പം അവരുടെ അടുത്ത് ഭയങ്കര ഒരു താങ്ക് യു. ഇത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാം, ഇത്രത്തോളം എന്നെ ഞാനായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിന്, സപ്പോർട്ട് ചെയ്യുന്നതിന്, കുറേ വർഷങ്ങൾ പിന്നെ എനിക്ക് സ്പോയിൽ ചെയ്ത ആ സന്തോഷമൊക്കെ ഇപ്പം എനിക്ക് തരണതിന് ഒക്കെ ഭയങ്കര താങ്ക് യു. അയ്യോ, അവർക്കും എൻ്റെ വക പ്രത്യേകം നന്ദി. നിങ്ങൾ ഇത്ര നന്നായിട്ട് നിങ്ങളെ നോക്കുന്നതിന്. എന്താ പറയാ, ഞങ്ങള് ചേട്ടന് തന്നെ ഞങ്ങളുടെ ഫാമിലിയില് പെൺകുട്ടികളില്ല. അപ്പൊ പിന്നെ ചേട്ടന് ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു അറിയത്തില്ല. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം അങ്ങനത്തെ ഒരു ചിന്ത ചേട്ടനുണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരത്തി ഇപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് ഇവര് തമ്മിൽ എപ്പോഴും അടിമഴക്കുന്നതിൽ ഒരു ആങ്ങളെ പെങ്ങളും എങ്ങനെയാണ് അതേപോലത്തെ രീതിയിലുള്ള ബോണ്ടിങ്ങാ. പക്ഷെ അവളെ കെയർ ചെയ്യുന്ന കാര്യത്തിലൊക്കെ പക്ക പുള്ളി കെയറിങ്ങൊക്കെ തന്നെ. കാരണം ഞങ്ങള് ശിവരാത്രിയുടെ ഉത്സവത്തിനൊക്കെ പോയപ്പോൾ പുള്ളിക്കാരനാണ് അവളെ കൂടുതലും കെയർ ചെയ്തത്. അപ്പം ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴും അവളെ ശ്രദ്ധിച്ചോണം, നോക്കിക്കോണം. അത് ഒരു പിതാവിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും പുള്ളി അത് കാണിക്കുന്നുണ്ട്. അവളെ വെളിയിലോട്ട് പോകുമ്പോഴാണെങ്കിലും വീട്ടിൽ തന്നെ അങ്ങോട്ട് നടക്കുമ്പോഴാണെങ്കിലും കാല് നടക്കുന്ന ആ കാര്യത്തിൽ ഒച്ച ശ്രദ്ധിക്കുക ഒക്കെ നല്ല രീതിയിൽ അത് എനിക്ക് കാണുമ്പോൾ ഒരു കണ്ണു നിറയുന്നുണ്ട്. നമ്മൾ ഇത്രയൊക്കെയല്ലേ പ്രതീക്ഷിക്കുന്നുള്ളൂ മനുഷ്യരിൽ നിന്ന്. പ്രതീക്ഷിച്ചില്ല, അതായത് സത്യം. പ്രതീക്ഷിക്കാണ്ട് ഇത്രയും വലിയൊരു ഇത് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അപ്പൊ എന്താണല്ലേ ഹാപ്പി ആയിട്ട് അങ്ങോളം പോവട്ടെ. താങ്ക് യു.